നീ പറഞ്ഞത് നിന്റെ ആഗ്രഹം. ആ ആഗ്രഹമേ നിന്റെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാ മതി. സുശീലേ, ജാസ്മിനോട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ പറയേ. വിശാൽ സാർ, എടോ വിശാൽ സാർ, ഈ അന്ധനെ കൈവിടാതിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പാർവതി, മുത്തശ്ശ വാ. ഇതാ എന്റെ ഗായത്രി അമ്മ. ഇവിടെ പോവാം. ജിതിൻ ജയിലിലായതിനു പുറകെ പൊട്ടക്കണ്ണൻ ശേഖരൻ ഇവിടെ താമസമായി. അയാൾ ആരാണെന്ന് പാർവതി ഒഴികെ മറ്റാർക്കും അറിയില്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത്. അവൾക്കിതെല്ലാം എങ്ങനെ അറിയാം? നീ എന്തോ ഗഹനമായ ആലോചനയിലാണല്ലോ. നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട, ഒന്നും കഴിക്കാൻ തോന്നില്ല. അങ്ങനൊരു തോന്നല് നിനക്ക് പതിവില്ലാത്തതാണല്ലോ. അല്ല, ഇനി ദഹനക്കേട് വല്ലതാണെങ്കിൽ നമുക്ക് ഡോക്ടറെ പോയി കാണാം. ശരി ആന്റി പറഞ്ഞത്. ഇത് ദഹനക്കേട് തന്നെയാ. ഈ വീട്ടിലെ മരുമോളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. നീ എന്തിനാ ഗാർഗിയെ കുറിച്ച് ചിന്തിക്കുന്നേ? അയ്യോ എന്റെ ആന്റി, ഞാൻ അവളുടെ കാര്യമല്ല പറഞ്ഞത്. ആ മറ്റവളുടെ കാര്യമാ, പാർവതി. ആര്? പാർവതിയെയോ? അവള് ഈ വീട്ടിലെ മരുമോളോ? നിനക്കെങ്ങനെ ഇത് പറയാൻ തോന്നി ജാസ്മിൻ? എനിക്ക് നശിച്ചവളുടെ പേര് കേൾക്കുന്നത് തന്നെ അറപ്പാ. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിശാല് അഗ്നിസാക്ഷിയായിട്ട് താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ അവള്. അങ്ങനെ നോക്കുമ്പോ അവളെ വീട്ടിലെ മരുമോള് തന്നെയാ. നീ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലേ നീ ഇരട്ടത്താപ്പ് ഡയലോഗ് അടിക്കില്ല. എന്താ കാര്യം? ഇരട്ടത്താപ്പും കുത്തിത്തിരിപ്പും ഈ വീട്ടിലുണ്ടാക്കുന്നതേ പാർവതിയാ. അവളെല്ലാം അറിയുന്നുണ്ട് ആന്റി. നമ്മൾ നടത്തുന്ന രഹസ്യ നീക്കങ്ങൾ പോലും അവൾ അറിയുന്നുണ്ട് എന്നതാണ് സത്യം. അതാണ് എന്റെ പേടി. എടി, അതൊക്കെ നിന്റെ വെറും തോന്നലാ. നമ്മളെ കുറിച്ച് അവൾക്ക് ഒരു ചുക്കും അറിയില്ല. അത് ആന്റിയുടെയും തോന്നല് മാത്രോ? എന്റെ ഊഹം ശരിയാണെങ്കിലേ അവൾ എന്തോ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ മുറ്റത്ത് പോലും പോയിട്ടില്ലാത്തവള് എന്ത് പഠിച്ചെന്നാ നീ പറയുന്നേ? ആന്റി, കൽവിഗ്രഹങ്ങളുടെ മുന്നിൽ പൂജ നടത്തുന്നതിന് പള്ളിക്കൂടത്തിലെ പഠിത്തമോ ബിരുദാനന്തര ബിരുദമോ ഒന്നും വേണ്ട. ഓം ഹ്രീം സ്വാഹ പോലുള്ള കുറച്ച് മന്ത്രങ്ങൾ പഠിച്ചാ മതി. അവൾ അങ്ങനെ വല്ലതും പഠിച്ചിട്ടുണ്ടോന്നാ എന്റെ സംശയം. അല്ലെങ്കിൽ പിന്നെ അവളിങ്ങനെ ഓരോന്ന് മുൻകൂട്ടി കാണുന്നത്? അവളെ ഒഴിപ്പിക്കാൻ വന്നത് ദുർമന്ത്രവാദി കാട്ടൂർ ഭൈരവനാണെങ്കിൽ അവൾ അയാളുടെ സ്കൂളിലെ പ്രിൻസിപ്പളാ. കണ്ടില്ലേ അടിയും കൊടുത്ത് തല്ലി ഓടിച്ചത്. ആ
അത് മാത്രമല്ല, ജതിൻ വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് അവൾ എങ്ങനെ മനസ്സിലാക്കി? വിശാലിന് നേരെ ഉണ്ടായ ഓരോ അപകടങ്ങളും അവള് മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുന്നു. എങ്ങനെ? നീ പറഞ്ഞത് ശരിയാ ജാസ്മിൻ. ഞാൻ ഓർക്കുന്നു, നിന്റെ എൻഗേജ്മെന്റിന് ഒരു വലിയ കാറ്റടിച്ചതും നിനക്ക് തിരികൊളുത്താൻ സാധിക്കാതിരുന്നതും ഓർമ്മയില്ലേ? അപ്പൊ നീ പറഞ്ഞതുപോലെ അവൾ എന്തോ മന്ത്രവാദം പഠിച്ചിട്ടുണ്ട്. ആ ദുശഗുണത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും കറണ്ട് പോയി. ജാസ്മിൻ, നീ വല്ലതും കേട്ടോ? ഒരു കൊലുസിന്റെ ശബ്ദമല്ലേ? ഞാൻ ശരിക്കും കേട്ടു. ജാസ്മിൻ, ആരായിരിക്കും അത്? എനിക്ക് പേടിയാവുന്നടി. ആന്റി ഒന്ന് പേടിക്കാതിരിക്കേ, ഞാനില്ലേ കൂടെ. അതാണ് എന്റെ പേടി. അതെന്തിനാ എന്നെ പേടിക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നീ എന്നെ തള്ളിയിട്ടിട്ട് ഓടി പോയില്ലേ? വെറുതെ പേടിച്ച് വരച്ചോണ്ട് കോമഡി പറയല്ലേ. ആന്റി, എനിക്കും പേടിയാവുന്നുണ്ട്. അത് യക്ഷിയോ മറുതയോ? ആന്റിക്ക് എന്താ തോന്നുന്നത്? ആരാ? ആരായാലും വാ തുറന്ന് പറഞ്ഞൂടെ? Who are you? നീ ആരാ? നീ ആരാന്ന്? നിന്നോടല്ലേ ചോദിച്ചത്? മര്യാദയ്ക്ക് പറഞ്ഞോ, ആരാ നീ? ഈ ജാസ്മിൻ ആരാണെന്ന് ശരിക്കും നീ അറിയും. പറഞ്ഞോ. ഞാനാ ആന്റി, ജാസ്മിൻ. ആന്റി പയ്യെ എന്റെ കൂടെ വായോ, നമുക്കങ്ങ് മുങ്ങാം. നീ എന്നെ പുറകിലാക്കിയിട്ട് മുമ്പേ നടക്കാതെ നമുക്കേ ചേർന്ന് നടന്നു പോവാം. നീ എന്തടി നീ ഒന്നും മിണ്ടാത്ത? ആന്റി ഒന്ന് വന്നേ, വാ. എനിക്ക് ഈ മണിക്കുട്ടനെ ഒരുപാട് ഇഷ്ടമായി. ഇരുട്ടത്ത് ആ ദീപത്തിൽ നിന്ന് വരുന്ന വെളിച്ചം കാണാൻ എന്താ ഐശ്വര്യ അല്ലേ പാറു? സർവ്വവ്യാപിയായ ഉദയന്നൂരമ്മയുടെ വെളിച്ചം. ആ വെളിച്ചം കാണുന്നതേ ഒരു ഐശ്വര്യ മണിക്കുട്ട. നീ പറഞ്ഞ നേരാ മോളെ. ഈ അന്തന് പോലും ആ വെളിച്ചം മനക്കണ്ണി കാണാൻ കഴിയുന്നുണ്ട്. ഈ കരണ്ട് പോയ നേരത്ത് നമുക്ക് മുത്തശ്ശന്റെ ജീവിതകഥ കേട്ടാലോ? മുത്തശ്ശന്റെ വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അങ്ങനെ കറണ്ട് വരുന്നവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. എന്തിനാ മണിക്കുട്ട നീ വെറുതെ അദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്താ മൂന്നുപേരും കൂടി സംസാരിക്കുന്നത്? ഞാൻ കൂടെ കേൾക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? അല്ല, ഇതാര്? വിശാൽ സാറോ? സാറിന്റെ ശബ്ദമാണല്ലോ. വേണ്ട, എന്തിനാ എഴുന്നേക്കുന്നേ? എന്റെ ശബ്ദം കേൾക്കുമ്പോഴേ എഴുന്നേക്കേണ്ട കാര്യമൊന്നുമില്ല. വേണ്ട സാർ, വയസ്സിൽ ഇളയവനാണെങ്കിലും
ഗായത്രി അമ്മയുടെ മകന് മുന്നിൽ അല്പനേരം നിൽക്കുന്നതിൽ തെറ്റില്ല. എന്താ പറഞ്ഞേ? എന്റെ അമ്മയെ അറിയാന്നോ? ഗായത്രി അമ്മയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് കൊള്ളാം. ഈ പട്ടണത്തില് ഗായത്രി അമ്മയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ വിശാൽ സാർ? എത്രയോ പാവങ്ങളെ സഹായിച്ച് അവർക്കൊരു നല്ല ജീവിതം കൊടുത്ത ദേവതയാ ഗായത്രി അമ്മ. വിശാൽ സാർ, ഈ മുത്തശ്ശൻ സാറിനോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കാറില്ല. ഞാൻ എന്ത് ചോദിച്ചാലും മറുപടിയില്ല. മണിക്കുട്ടാ, ദേ നീ മിണ്ടാതിരുന്നേ. വിശാൽ സർ, ഞാൻ പോയി സാറിന് ഇരിക്കാൻ ഒരു കസേര എടുത്തിട്ട് വരാം. വേണ്ട പാർവതി, ജനറേറ്റർ ഇപ്പൊ ശരിയാവും. കറണ്ട് ഇനി എപ്പോ വരുമെന്ന് അറിയില്ല. അല്ല, ഈ പുതിയ അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെ? ചന്ദ്ര സാറിന് പേടിയൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ഈ അന്തന ഇരുട്ടൊരു പുതിയ വിഷയമല്ല, ശീലമായിപ്പോയി. അതുകൊണ്ട് തന്നെ ഭയവും ഇല്ല. സാറ് വെറുതെ ടെൻഷൻ അടിക്കണ്ട, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. എനിക്കും ഒരു ഭയവുമില്ല. ഉദയന്നൂരമ്മയുടെ ഈ വെളിച്ചമുള്ള കാലം ആരെ പേടിക്കാനാ വിശാൽ സർ? നിങ്ങളെയൊക്കെ കാണുമ്പോഴേ എനിക്ക് അസൂയ തോന്നുക. ഏത് സിറ്റുവേഷനിലും എത്ര കൂളായിട്ടാ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അല്ല, ഞാനും അത് ചോദിക്കാനിരിക്കായിരുന്നു. വലിയ സാറിന് എങ്ങനെയുണ്ട് കുഞ്ഞെ? അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട്. ഒരനുവാദം തന്നിരുന്നെങ്കിൽ ഉപകാരമായേനെ. കാണണമെന്നോ? അല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോകണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെ കാണണോന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കണ്ണു കാണാത്ത നിങ്ങൾ എങ്ങനെയാ എന്റെ അച്ഛനെ കാണുന്നതെന്ന്. അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിയില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് തൊട്ട് അനുഗ്രഹം വാങ്ങാൻ എന്നെ ഒന്ന് അനുവദിക്കുവോ? വിശാൽ സർ, മടിക്കണ്ട, കൂട്ടിക്കൊണ്ടുപോയി അച്ഛനെ കാണിക്കൂ. നല്ല മനസ്സുള്ളവരുടെ സാന്നിധ്യം ചിലപ്പോ അച്ഛന് ഗുണം ചെയ്തേക്കും. വിളിച്ചോണ്ട് പോ വിശാൽ സാർ, ഞങ്ങളും വരാം. നിങ്ങളുടെ സാന്നിധ്യം അച്ഛന് ഉപകാരമാവുമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ചൂട് താങ്ങാനാവുന്നില്ലല്ലോ. ഇവിടുത്തെ ജനറേറ്ററും ചത്തുപോയോ? അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്താ വേർപ്പ്? എന്താ പ്രതാപ ഇത്? ഇതാണ് ചേച്ചി ക്ലോറോഫോം. 2 തുള്ളി അധികമായ മതി, ആള് തട്ടിപ്പോവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഞാൻ പറഞ്ഞ മനസ്സിലായി ചേച്ചിക്ക്? ചെറിയൊരു അശ്രദ്ധ മതി, നമ്മള് കുടുങ്ങും. ഇത് വേണോ പ്രതാപ?
എനിക്ക് ഭയമാവുന്നു. ഇനി ഇങ്ങനൊരു ചാൻസ് കിട്ടില്ല. എന്റെ പൊന്നിയേച്ചി, ഇതോടെ നമ്മുടെ എല്ലാ പ്രോബ്ലംസും തീരും. ചേച്ചി പിടിക്കേ. പിന്നൊരു കാര്യം, നമുക്കാവശ്യം 2 ലക്ഷം രൂപയാണെങ്കിലും ഒരു 3 ലക്ഷം കൂടുതൽ എടുക്കണം. അതിന് ഒരു ചെക്ക് ലീഫ് പോരാ, 3 ചെക്ക് ലീഫെങ്കിലും എടുക്കണം. ഒപ്പിട്ട സാധനം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഫോർ പ്രൊപ്പറേറ്റർ എന്ന സീലുള്ള ഒരു ബുക്ക് തന്നെ ഗോപിയേട്ടൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോപിയേട്ടൻ ഇല്ലാത്തപ്പോ ക്യാഷ് ആവശ്യം വന്ന വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിട്ടാ. അളിയനുള്ള പുതുവത്സരാശംസകൾ. ഒഴിച്ചോ, ഒഴിക്കേ. മതി മതി മതി, കൂടുതലായ പണിമാളും. ആരെങ്കിലും വരുന്നതിന് മുമ്പ് വേഗം പോ. അളിയൻ നല്ല ഉറക്കത്തിലാ. പിടിക്കേ, ഒന്ന് വേഗം പോ ചേച്ചി, ചെല്ല്, പോ. അയ്യോ, സംഗതി സക്സസ് ആയി. കയ്യിന്ന് പോകുന്ന ഞാൻ വല്ലാതെ പേടിച്ചുപോയി. പ്രതാപം പറഞ്ഞതുപോലെ 2 ലക്ഷം പോരാ. വീണ്ടും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. ഒരു 5 ലക്ഷം രൂപ തന്നെ എടുത്തേക്കാം. പ്രതാപ, പ്രതാപ, വിളിച്ചത് കേൾക്കുന്നില്ലേ? പ്രതാപ, എന്താ ചേച്ചി? എന്താ ചേച്ചി? നിനക്കെന്താടാ കണ്ണു കണ്ടൂടെ? ഈ ഇരുട്ടിലൊന്നും ശരിക്കും കാണുന്നില്ല. എന്താ കാര്യം എന്ന് പറ. ദാ നോക്ക്, ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ ചേച്ചി ഇത്? എന്താ അത്യാവശ്യ കാര്യത്തിന് വിളിച്ചാണെന്നാ ഞാൻ വിചാരിച്ചത്. ഈ 10 രൂപയുടെ കർച്ചീഫ് കാണിക്കാനാണോ ഇത്രയും ബഹളം ഉണ്ടാക്കിയത്? എടാ മണ്ട, നീ അതൊന്ന് സൂക്ഷിച്ചു നോക്ക്. വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കർച്ചീഫാണിത്. ഇതിനകത്ത് 2008 ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിരിക്കുന്നത് നിനക്ക് കാണാൻ വയ്യേ? ഇത് ഏത് കർച്ചീഫാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇത് നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നീ മറന്നുപോയോ? ആ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഓർക്കാനേ വയ്യ. ഓർക്കണം. പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കർച്ചീഫിലാ ഞാൻ ക്ലോറോഫോം പുരട്ടിയത്.
അതിനുശേഷം ഇത്രയും കാലം ഞാനിത് കണ്ടിട്ടേയില്ല. ഇന്നിപ്പോ ഈ കർച്ചീഫ് എന്റെ റൂമിൽ വരണമെങ്കിൽ അതാരോ ഇവിടെ കൊണ്ടുവച്ചതാവണം. പ്രതാപ, ഇതിന് പിന്നിൽ ആരോ ഉണ്ട്. ഇതിനെ കുറിച്ച് അറിയാവുന്ന ആരോ ഒരാള് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലേ ചേച്ചി എന്തോ പിച്ചിമ്പയും പറയാ. അല്ല, 16 വർഷം കഴിഞ്ഞുള്ള ഈ രാത്രിയില് അത് കറണ്ട് പോയ സമയത്ത് ഈ കർച്ചീഫ് ഇവിടെ കൊണ്ടുവന്നിടാൻ ആരാ ഉള്ളത്?